ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഥയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ കഥയിലെ ഹീറോയിനാണ് കേട്ടോ. നമ്മുടെ ഹീറോയും വൺ നൈറ്റ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഈ ടൈമിൽ ഇവൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ കേട്ടോ. അപ്പോൾ ഹീറോനെ കാണുന്ന ടൈമിൽ ഇവളൊന്ന് ഷോക്കാവുന്നുണ്ട്. വേറൊന്നല്ല, നമ്മുടെ ഹീറോയിൻ്റെ ഫിയാൻസി ഉണ്ടല്ലോ, ആളുടെ ബ്രദറാണ് കേട്ടോ നമ്മുടെ ഹീറോ. അതായത് ബ്രദർ ലോ ആയിട്ട് വരും. അപ്പോൾ ഈ ടൈമിൽ ഇവൾ പറയുകയാണ്, ഈശ്വരൻ ഞാൻ ഇവനായിട്ടാണോ വൺ നൈറ്റ് സ്റ്റാൻഡ് കഴിഞ്ഞ് ഇവൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എന്താ സിസ്റ്റർ ലോ എന്ന് പറയുന്നുണ്ട്, നമ്മുടെ മാരേജ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ മാരേജ് കഴിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് അതിന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ആ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ ചെക്ക് ചെയ്തോ എന്നുള്ള സമയത്ത് കറക്റ്റാണ് കേട്ടോ. ഇവർ രണ്ടുപേരും മാരേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കാം കേട്ടോ. അതായത് എങ്ങനെയാണ് ഇവരുടെ മാരേജ് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ ഫിയാൻസിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ആ ചെക്കൻ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോയിൻ്റെ ബ്രദർ ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ കാറിൽ വന്നിറങ്ങുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്, കാരണം ഒരു മാരേജ് നടക്കാൻ പോവാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഫിയാൻസി ഉണ്ടല്ലോ, ഇവൻ്റെ കൂടെ ആണെങ്കിൽ വേറൊരു പെൺകുട്ടി ഇറങ്ങുന്നത് നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ട്. അതായത് ഇവൾ പിന്നെ വന്ന് ഹഗ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇവനാണെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോയിട്ട് ആ പെൺകുട്ടിക്ക് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെൺകുട്ടി ആരാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവളുടെ ഫിയാൻസി ആയ നമ്മുടെ ഹീറോയിൻ്റെ ബ്രദർ പറയുന്നുണ്ട്, ഇവളെ ഞാൻ മാരേജ് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഇതെൻ്റെ വൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര സാഡൊക്കെ ആവുന്നുണ്ട് കേട്ടോ. കാരണം ഇവരുടെ ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 വർഷത്തെ ലവാണ്. എന്നിട്ട് ഇവളെ ചീറ്റ് ചെയ്യുന്നതാണ് ഇവൾ ചിന്തിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഫിയാൻസിയുടെ ഫാദറും മദറൊക്കെ ഭയങ്കര ഷോക്കാവുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇവളെയാണ് മാരേജ് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവന് സംസാരിക്കേണ്ടത്. എന്നിട്ട് പറയണത് നീ എനിക്ക് വേണ്ടി വെറുതെ വെയിറ്റ് ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണാണെങ്കിൽ വല്ലാത്ത രീതിയിൽ നമ്മുടെ ഹീറോയിനെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അറ്റാക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണം, നിനക്ക് ശരിക്കും ഇവിടെ പരിചയം ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ. അപ്പോൾ ഈ സമയത്ത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹീറോയിന് ചിരിച്ചിട്ട് പറയാണ് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഫീലോട് കൂടിയാണ് പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പിന്നെ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹീറോയിൻ ഇങ്ങനെ പോകുന്നത് ഈ ചെക്കനാണെങ്കിൽ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവൾ വന്നു കഴിഞ്ഞിട്ട് ബാറി വന്നു കഴിഞ്ഞിട്ട് കുടിക്കാൻ കേട്ടോ, ഡ്രിങ്ക്സ് കഴിക്കാൻ കേട്ടോ. ഡ്രിങ്ക്സ് കഴിക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവ മെയിൽ മോഡലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിന്നെ കാണാൻ നല്ല ലുക്കാലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൾ പറയുന്നുണ്ട് നമുക്ക് മാരേജ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ചോദിക്കുന്നത് സത്യമാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേന്ന് പറഞ്ഞിട്ട് ഇവളെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇവരെ മാരേജ് കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയാണ്ട് എന്താ സിസ്റ്ററിലൊന്ന് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ സിസ്റ്ററിലോ എൻ്റെ ഹസ്ബൻഡാന്നൊക്കെ പറയുന്നുണ്ട്, പ്ലീസ് എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല ദേഷ്യം ഇവിടെ പറയാണ് അതൊക്കെ ഡ്രിങ്ക്സിൻ്റെ പുറത്ത് സംഭവിച്ചതാണ്. ആക്ച്വലി എനിക്ക് നിന്നോട് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ലയെന്ന് പറയുന്നത്, ഞാൻ നിന്നെ ബ്രദറായിട്ടാണ് കണ്ടിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒന്നില്ലെങ്കിൽ ഇവിടെ ഫിയാൻസിൻ്റെ ബ്രദറാണല്ലോ, അതുകൊണ്ട് പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു കോയിൻസിഡൻസ് ആയിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഇതൊക്കെ മറക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ വേണ്ടി ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇല്ല സിസ്റ്ററോ എന്ന് പറയുന്നുണ്ട് കേട്ടോ, എനിക്കിതൊന്നും മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയും പറയാണ് നീ എന്താ പറയുന്നത്, നീ ഒരു ചെറിയ പയ്യനായിട്ടാണ് കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ചെറിയ പയ്യനോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ പറയുന്നുണ്ട് സിസ്റ്ററിൽ ഞാൻ നിന്നെ വിടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ പേരൻസൊക്കെ നമ്മുടെ ഫിയാൻസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. നമ്മുടെ ഹീറോയിന് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അതായത് ഫിയാൻസി വേറൊരു പെണ്ണിനെ മാരേജ് ചെയ്തു, ചീറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് അവളെ ആൻറ്റി പറയുന്നുണ്ട് അപ്പോൾ മോളി ഇന്നലെ നൈറ്റ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് ആക്സിഡൻറ്റ് മോളെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനെ കാണുന്ന സമയത്താണെങ്കിൽ ഇവരൊന്ന് ഷോക്കാവുന്നുണ്ട്. എനിക്ക് പറയുന്നത് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഇവനെന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ആൻറ്റി പറയുന്നുണ്ട് ആ മോനെ വായോ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോ എന്ന് പറഞ്ഞാൽ റിച്ച് ഫാമിലിയാണ്. ആൻറ്റി ഇവ ഒരു ഫ്ലവർ കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഫ്ലവർ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫാദർ ആണെങ്കിൽ അതെടുത്ത് അവൻ്റെ മൂത്തിക്ക് തന്നെ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. അവൻ എന്നാലും കുഴപ്പമൊന്നുമില്ല, അവൻ അവളെ വിടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവൻ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ വൈഫാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാദർ ചോദിക്കണം ഇതൊക്കെ എങ്ങനെ സംഭവിച്ചും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട്. അതായത് നമ്മുടെ ഹീറോൻ്റെ ബ്രദർ ചോദിച്ച കാര്യങ്ങൾ അങ്ങനത്തെ കഴിഞ്ഞിട്ട് പറയാൻ ഞാൻ ഇവിടെ നല്ല രീതിയിൽ കെയർ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ പേരൻസിന് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ പേരൻസിന് ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ചെറുതായിട്ടൊക്കെ കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും ബ്ലസ്സൊക്കെ ചെയ്തിട്ട് അവർ തിരിച്ചു വരാണ്.
ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇവൾ കിസ് ചെയ്തില്ല, ആ കാര്യങ്ങളൊക്കെ ആലോചിക്കണം. ഈ സമയത്ത് ഹീറോയിൻ ചോദിക്കണ്ടേ നീ എന്താ ചിരിക്കണമെന്ന് ചോദിക്കണ്ട. അപ്പോൾ ഇവനും പറയുന്നുണ്ട് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയണേ ഇപ്പം എന്തായാലും നമ്മുടെ ഹസ്ബൻഡ് എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നത് ഞാൻ വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് പ്ലീസ് എൻ്റെ കൂടെ വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിലൊരു പൊസിഷൻ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ബ്രദറാണ് വലുതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എന്തായാലും കമ്പനിയുടെ സ്ഥാനം കിട്ടണമെന്ന് പറയുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ കുറേ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് നിന്നെ ഒരിക്കലും ഹസ്ബൻഡായിട്ട് കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകേണ്ട. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഭയങ്കര ഫീലോട് കൂടി പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവസാനം നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഓക്കെ ഞാൻ വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവനും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവളെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോൻ്റെ ബ്രദറിനെയും അതിൻ്റെ വൈഫിനൊക്കെയാണ് കേട്ടോ. ഇവരാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി വെയിറ്റ് ആയിരുന്നു. നമ്മുടെ ഹീറോൻ്റെ മാരേജ് കഴിഞ്ഞത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ പെൺകുട്ടി ആരാന്ന് ഇവർക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ കാറിലൊക്കെ വന്നിറങ്ങേണ്ട ഈ സമയത്ത് പെൺകുട്ടിനെ കാണാൻ കൂടി എല്ലാവരും ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. ഹീറോയിനെ കണ്ട് ഇവരെല്ലാവരും ഒന്ന് ഷോക്കാവേണ്ടി കേട്ടോ. അതായത് നമ്മുടെ ഹീറോയിനായിരിക്കും നമ്മുടെ ഹീറോ മാരേജ് ചെയ്തതെന്ന് ഇവർക്കൊന്നും മനസ്സിലാവണില്ല. നമ്മുടെ ഈ ബ്രദറിനാണെങ്കിൽ ഇത് കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബ്രദർ ചോദിക്കുകയാണ് നീ എന്തിനാണ് എൻ്റെ എക്സ് ഫിയാൻസിനെ മാരേജ് ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ അമ്മ ചോദിക്കുകയാണ് മോനെ നിൻ്റെ വൈഫ് ഇവളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഹീറോ പറയുന്നത് അതെ എൻ്റെ വൈഫ് ഇവളാന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ബ്രദർ ഇവളെ ചീറ്റ് ചെയ്ത് ഞാൻ അതുകൊണ്ട് ഇവളെ മാരേജ് ചെയ്തെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ നല്ല കപ്പിളാന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണ് ബ്രദറിന് ഇത് കേട്ട് ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ അമ്മയുടെ അടുത്ത് പറയുന്നത് അമ്മയ്ക്ക് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അമ്മയും പറയുകയാണ് എനിക്കെന്താ മോനെ ഇവളെ ഭയങ്കര ഇഷ്ടമെന്ന് പറയണ്ടേ. ആക്ച്വലി നമ്മുടെ ഹീറോൻ്റെ അമ്മയ്ക്ക് അച്ഛനൊക്കെ ഇവളെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. എന്നിട്ട് പറയാണ് മോള് വാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് സർവൻസൊക്കെ പറയാണ് എന്ത് നമ്മുടെ ബ്രദറിൻ്റെ ഫിയാൻസിനാണ് ഇവ മാരേജ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഈ ബ്രദറിനാണെങ്കിൽ തീരെ ഇഷ്ടമൊന്നും ആവണില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മ പറയുന്നുണ്ട് വാ മോളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് 2 മരുമക്കളെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ അവിടെ നിന്ന് കൊണ്ടുപോകും. ഈ സമയത്താണ് ഈ ബ്രദറിന് ചെറുതായിട്ട് നെഞ്ചുവേന പോലെ വരുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് ഇവരാണ് ഈ റൂമിലേക്ക് വരാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ ചെറുതായിട്ട് നെർവസ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പറയേണ്ടത് നീ പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ ഉണ്ടല്ലോ ഇവളെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവള് പറയാണ് നീ എൻ്റെ അടുത്ത് നീങ്ങി പോകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് സിസ്റ്ററിലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ഹണിന്നൊന്നും പറയണില്ല വിഷമിക്കണ്ടെന്ന് പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് പോകണ്ടിട്ട്. ആ സമയത്ത് ഹീറോയും പറയുകയാണ് ഞാൻ എന്തൊക്കെ ചെയ്ത് വെച്ചാൽ എനിക്കെന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഇവളാണെങ്കിൽ പറയും നീ അവിടെ പോയി കിടക്കുക ബെഡിൽ ഞാൻ സോഫയിൽ കിടക്കാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വേറെ പ്ലേസിലേക്കും കിടക്കുക കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബ്രദറാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ബ്രദറും ഇവളും തമ്മിലുള്ള ഫോട്ടോ എന്നിട്ട് പറയുന്നത് എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ അവനെ പോയി മാരേജ് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ഈ ബ്രദറിനാണെങ്കിൽ മെമ്മറി ലോസ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവൻ സ്നേഹിച്ചത് നമ്മുടെ ഹീറോയിനാന്ന് ഇവനറിയില്ല. ഇവൻ്റെ കൂടെയുള്ള പെണ്ണിനാണ് ഇവൻ സ്നേഹിച്ചെന്ന് വിചാരിച്ചിട്ടാണ് ആ പെണ്ണിനെ മാരേജ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ഈ ഇങ്ങനെ ഫ്ലാഷ് വന്ന് പോകുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ഫേസാണ് ഒരിക്കലും ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ കേട്ടോ. എന്നോട് ശരിക്കും ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് എന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നിന്നെ ഞാൻ കണ്ടിരിക്കേണ്ട ഒരു ബ്രദറിനെ പോലെയാണ് എനിക്ക് ഹസ്ബൻഡ് സ്ഥാനത്ത് നിന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഒന്ന് സാഡ് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നത് എനിക്ക് ആ ഒരു ഫീലിങ്സ് വരുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ നിന്നെ കാണുമ്പോൾ. അതായത് ആ ഒരു ഹസ്ബൻഡ് അതുപോലെ ബോയ് ഫ്രണ്ട് ആ ഒരു ഫീലിംഗ് വരുന്നില്ല എന്നാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയും പറയേണ്ട അറിയില്ല എന്ന് പറയണ്ട. അപ്പോൾ ഇവനാണെങ്കിലോ അവൾക്കൊരു കിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് നമ്മുടെ ഹീറോയും ഷോക്കാണ്. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുന്നത് ഇപ്പോൾ ഫീലിംഗ് വന്നു ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇവ വിടാണ്ട് വീണ്ടും അവളെ കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ബ്രദർ വരുന്നുണ്ട്. ബ്രദർ വന്നു കഴിഞ്ഞിട്ട് എന്താ കാണിക്കണേ ചോദിക്കുന്നുണ്ട്. എനിക്കെല്ലാം ഓർമ്മ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോനാണെങ്കിൽ പിടിച്ചടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് കണ്ടത് ഒരു സ്വപ്നമായിരുന്നു നമ്മുടെ ഹീറോ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ പറയും ഈശ്വരോ ഇങ്ങനെ അവൻ ഓർമ്മ വരുമെന്നൊക്കെയാണ് അവൻ ചിന്തിക്കേണ്ടത്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ സോഫയിൽ കിടന്നിട്ട് അവൾക്ക് ശരിക്കും പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇവൾക്ക് ബാക്ക് പെയിൻ വരുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ഹീറോ പറയേണ്ടത് ഇങ്ങനെ ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ എടുത്ത് ബെഡിൽ കൊണ്ട് കിടത്തിട്ട് പറയാണ് നീ ഇവിടെ കിടന്നോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ സോഫയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് നീ ഇവിടെ കിടന്നോ ഞാൻ അവിടെ കിടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. സിസ്റ്ററിലോ ഇവിടെ തന്നെ കിടന്നോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് നമ്മളിപ്പോൾ മാരീഡാന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലം വന്നാൽ ഞാൻ എന്തായാലും കൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇവ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ജീവനാണെങ്കിൽ അവിടെ നിന്ന് ബെഡ്ഷീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചോ അത്ര പാടല്ലെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നത് നേരെ ബ്രദറിൻ്റെ റൂമിലേക്കാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ ബ്രദറാണെങ്കിൽ ഹീറോയിൻ്റെ ഫോട്ടോയും ആ ബ്രദറിൻ്റെ ഫോട്ടോ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവനാണെങ്കിൽ അകത്തേക്ക് വരുന്നുണ്ട്. അകത്തേക്ക് വന്ന് ചോദിക്കുക എന്താ ബ്രദർ ഇവിടെ നോക്കണേ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇവൻ ഫോട്ടോ കണ്ടിട്ട് ഇത് കണ്ട് ഇവനൊന്ന് ചോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയണേ ഇതെൻ്റെ വൈഫിൻ്റെ ഫോട്ടോ അല്ലേ എന്ന് പറയുന്നുണ്ട്. എൻ്റെ വൈഫ് ഇത്ര സുന്ദരിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഫോട്ടോ എന്ത് ചെയ്യുന്ന പറയട്ടെ കട്ട് ചെയ്യുന്നുണ്ട്. അതായത്
നമ്മുടെ ബ്രദറിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോ മാത്രം ആക്കി എടുക്കണം. എന്നിട്ട് പറയാണ് ഇപ്പോഴാണ് ഇത് സൂപ്പറായി, നല്ല ബ്യൂട്ടിഫുൾ വൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ബ്രദറിൻ്റെ ഫോട്ടോ അവിടെ നിന്ന് കീറിക്കളഞ്ഞിട്ട് ആ വൈഫിൻ്റെ ഫോട്ടോ ഇല്ല അവൻ്റെ, അതേ നമ്മുടെ ഹീറോയിൻ്റെ ഫോട്ടോ അത് അവൻ എടുക്കുന്നുണ്ട്. ഇത് കണ്ട് ബ്രദർ ഒന്ന് ഷോക്കാണ്. എന്നിട്ട് പറയാണ് ഇനിയിപ്പോൾ എന്തായാലും സിസ്റ്റർ ലോയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവനാണെങ്കിൽ അത് കൊണ്ടുപോകുന്നുണ്ട് ആ ഫോട്ടോ സമയത്ത്. കറക്റ്റ് നമ്മുടെ ഈ പെണ്ണ് വരുന്നുണ്ട് കേട്ടോ, ബ്രദറിൻ്റെ വൈഫ്. എന്നിട്ട് ചോദിക്കുകയാണ് എന്താ കാണുന്നത് ചോദിക്കേണ്ടത്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഡാൻസൊക്കെയാണ് ഇതൊക്കെ കണ്ട് ഇവള് ഷോക്കാണ്. അതായത് ഇവനിങ്ങനെ മെമ്മറി തിരിച്ചു കിട്ടുമെന്നാണ് ഇവള് ചിന്തിക്കണത് കേട്ടോ. അപ്പോൾ ഇവിടെ കള്ളത്തരം മൊത്തം പൊളിയല്ലോ. പിന്നീട് നമ്മുടെ ബ്രദറാണെങ്കിൽ അവൻ്റെ ഓഫീസിൽ വരുന്ന സമയത്ത് കുറേ പാവക്കുട്ടികളൊക്കെ കണ്ടിട്ട് ഇതൊക്കെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വെച്ചിട്ടുണ്ടായിരിക്കും എന്തായിരിക്കും കേട്ടോ. ഇവൾക്ക് ഡോൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ ഇവൻ പറയുകയാണ് ഈ ഡോൾസൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ആരാണ് ഇവിടെ കൊണ്ടുവച്ചെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുറത്ത് നിന്നിട്ട് നമ്മുടെ ഹീറോ വാച്ച് ചെയ്യേണ്ടത് കേട്ടോ. കാരണം നമ്മുടെ ഹീറോയ്ക്ക് അറിയാലോ നമ്മുടെ ഹീറോയിൻ്റെ കൊണ്ടുവച്ചതാണ് ഇതൊക്കെയെന്ന്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഈ അവൻ്റെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട് സാറിന് ഓർമ്മ കിട്ടണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവന് ഇപ്പോഴും മെമ്മറി ഇങ്ങനെ ഫ്ലാഷ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ പെൺകുട്ടിയുടെ ഫേസ് ഇപ്പോഴും അവന് ക്ലിയർ ആയിട്ടില്ല, ബെററായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇവൻ പറയുകയാണ് എനിക്കൊന്നും ഓർത്തെടുക്കാൻ പറ്റണല്ലോ എന്ന് പറയുന്നത്, എനിക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള തിങ്സ് ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അവൻ വെറുതെ ഒന്നല്ല വരുന്നത്, അവൻ വേഗം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സും കൊണ്ടാണ് വരുന്നത് കേട്ടോ. അതായത് ഈ ഡോൾസൊക്കെ എടുത്ത് മാറ്റാണ് കേട്ടോ. എന്നിട്ട് പറയണേ അയ്യോ എൻ്റെ ബ്രദറിനെ ഡിസ്റ്റർബൻസ് ആക്കണം, ഈ ഡോൾസ് ഒന്നും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ആ പാവക്കുട്ടീസുകളൊക്കെ എടുത്തിട്ട് ആ ബോക്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രദർ ചോദിക്കുന്നത് എന്താ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോൻ പറയുന്നുണ്ട് ഇതൊന്നും ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ചിരിച്ചുകൊണ്ടാണ് പോണത്. കാരണം ഇവന് ഓർമ്മ തിരിച്ച് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ അടുത്തേക്ക് ഇവൻ വരില്ല. അതാണ് കേട്ടോ അവനക്ക് ഒരിക്കലും ഓർമ്മ തിരിച്ച് കിട്ടിയതെന്നാണ് അവൻ ചിന്തിക്കുന്നത്. പിന്നീട് നമ്മുടെ ഹീറോയിൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഫണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരൊറ്റ ഇൻവെസ്റ്റേഴ്സിനും കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവൾക്ക് 0 ആയിരിക്കും. എന്നിട്ട് നമ്മുടെ ഹീറോ വന്നിട്ട് ആ ഡോൾസിനൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് പറയാണ് എൻ്റെ വൈഫിന് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ വരുന്ന സമയത്ത് ഇവനാണെങ്കിൽ അത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് ഹീറോയിൻ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഒരു മുള്ളിച്ചെടി ഉണ്ടായിരിക്കും, അതിൽ കൈ കുത്തിയിട്ട് ഇവൻ്റെ കൈയാണെങ്കിൽ ചെറുതായിട്ട് പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോയും ഭയങ്കര ഡെസ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ഇവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവനാണെങ്കിൽ ഓഫീസിലേക്ക് കോൾ ചെയ്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ അസിസ്റ്റൻറ്റ്, അതായത് വൈഫിന് എന്താ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളും ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയിട്ടില്ലല്ലോ, അവൾക്ക് ഡാൻസിൻ്റെ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എന്താണ് വിഷമം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. അവളൊന്നും മിണ്ടല്ല. ഈ സമയത്താണെങ്കിൽ അസിസ്റ്റൻറ്റ് ആ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരിക്കും, അതായത് നമ്മുടെ ഹീറോയിന് ഇൻവെസ്റ്ററിന് കിട്ടില്ല അതാന്ന് നോക്കുക. എന്നിട്ട് ഇവനാണെങ്കിൽ തിരിച്ച് പറയണ്ടായിരിക്കും 10 മില്യൺ അവൾക്ക് കൊടുക്കാൻ പറയുന്നുണ്ടായിരിക്കും നമ്മുടെ ഹീറോയിൻ്റെ ഓഫീസിൽ നിന്ന്. അതായത് നമ്മുടെ ഹീറോയിനെ ഹെൽപ്പ് ചെയ്യണം. എന്നിട്ട് ഇവൻ പറയാണ് ഒന്നും കൊണ്ട് പേടിക്കേണ്ട ഹണി, നെക്സ്റ്റ് ഡേ മോർണിംഗ് നിനക്ക് നല്ലൊരു വിഷ് കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോൾ നമ്മുടെ ഹീറോയിനെ കോൾ ചെയ്തിട്ട് പറയാണ് നമ്മൾക്കൊരു ഇൻവെസ്റ്റർ കിട്ടിയെന്ന് പറഞ്ഞ് 10 മില്യൺ കിട്ടിയെന്ന് പറയണം. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഓടി വന്നിട്ട് ഹഗ് ചെയ്തിട്ട് പറയാണ് നീ പറഞ്ഞ പോലെ തന്നെ എനിക്ക് നല്ലൊരു വിഷ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. കാരണം എനിക്ക് ന്യൂ ഇൻവെസ്റ്റർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവൾ സംസാരിക്കുന്നത്. ഈ സമയത്ത് തന്നെ അവൾ ആലോചിക്കുന്നത് അയ്യോ ഞാനിവനെ ഹഗ് ചെയ്തല്ലോ എന്ന് കേട്ടോ. നമ്മുടെ ഹീറോ പറയുന്നത് 10 മില്യൺ ഒരു ഹഗ് കിട്ടില്ലോ, അപ്പോൾ പിന്നെ ഇനി കുറച്ചും കൂടി എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടുന്നതാണ് അവൻ ചിന്തിക്കുന്നത് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ബ്രദറിൻ്റെ വൈഫാണെങ്കിൽ ഓഫീസിൽ വരണ്ടായിരിക്കും. ഇവള് ഭയങ്കര ചാടക്കിട്ടായിരിക്കും വരുന്ന സമയത്ത് അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട് മാഡത്തിൻ്റെ പൊസിഷൻ അവിടെയല്ലേ എവിടെയാണെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് പുറത്തൊരു ചെയർ കൊടുക്കേണ്ട. ആ സമയത്ത് പറയുന്നത് ഞാനാണ് ഇവിടുത്തെ MDയുടെ വൈഫ് എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഓഫീസ് റൺ ചെയ്യേണ്ടത് നമ്മുടെ ഹീറോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഹീറോ പറയുന്ന പോലെ കേൾക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടുത്തെ ഒരു പെണ്ണിനെ പറയുകയാണ് ഇവിടുത്തെ ഇപ്പോൾ അപ്ഡേറ്റ് ആയ ഡാറ്റസ് കാര്യങ്ങളൊക്കെ പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിന് ഇൻവെസ്റ്റ് ചെയ്ത ആ കാര്യമൊക്കെ ഈ പെണ്ണ് അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്കാണെങ്കിൽ കുറേ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോ ആയിരിക്കും അത് ചെയ്തിട്ടുണ്ടായിരിക്കുക. നമ്മുടെ ഹീറോയിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ ഹീറോ എന്ന്. കാരണം നമ്മുടെ ബ്രദറിൻ്റെ കമ്പനിയെന്ന് മാത്രം ആൾക്കാരുള്ള ആ സമയത്താണെങ്കിൽ നമ്മുടെ ഈ പെണ്ണ് വന്നിട്ട് പറയാണ് ഓ നിനക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തല്ലോ 10 മില്യൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കാൻ കേട്ടോ. ഞാനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ആ ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ മറ്റു ഡാൻസേഴ്സിലെ ആൾക്കാരൊക്കെ എല്ലാവരും ഇവളുടെ അടുത്ത് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും താങ്ക് യു പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണെങ്കിൽ വേറെ ഒന്നും പറയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ മ്യൂസിക് ഭയങ്കര ഉച്ചത്തിൽ കൂട്ടി വയ്ക്കുന്നുണ്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി. ഇത് കേട്ട് ഈ പെണ്ണിന് ദേഷ്യം വരുന്നുണ്ട്. ഈ പെണ്ണ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ മറ്റു പെണ്ണുങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ് കണ്ട ഞാനാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട് കേട്ടോ. മിസ്റ്റർ ഹോളിയുടെ വൈഫ് ഞാനാന്നൊക്കെ പറയുന്നുണ്ട്. അവനെ ചീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണം. അതായത് നമ്മുടെ ഹീറോയിൻ ഈ ബ്രദറിനെ ചീറ്റ് ചെയ്യുന്നൊക്കെയാണ് പറയണത് കേട്ടോ. ഹീറോയിനെ കുറച്ച് ബാഡായിട്ടാണ് സംസാരിക്കണത്. അപ്പോൾ ഈ പെണ്ണുങ്ങളുമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ കറക്റ്റ് പറയുന്നുണ്ട് സത്യം ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു വോയിസ് കേൾക്കുന്നുണ്ട്. ഇതാരെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് ഈ പെണ്ണൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ അസിസ്റ്റൻറ്റ് എടുത്ത് പറയാണ് നീ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനോട് ഫോൺ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ആക്ച്വലി എൻ്റെ വൈഫല്ല എൻ്റെ ബ്രദറിനെ ചീറ്റ് ചെയ്യുന്ന പറയുന്നത്.
പറയേണ്ടത്, അവനാണ് ചീറ്റ് ചെയ്തെന്ന് പറയേണ്ടത്, അവന് വേണ്ടി എൻ്റെ വൈഫ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവളെ മാരേജ് ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കാനായിട്ട് പറയാണ് എൻ്റെ വൈഫിനെ ആരും പിടിച്ച് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയാനിട്ടോ, എൻ്റെ വൈഫിന് വേണ്ടി ഞാനാണ് ഈ 10 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കേണ്ടി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അവൻ റിവീലാക്കാണ്, അതായത് നമ്മുടെ ഹീറോയിൻ ഇവൻ്റെ വൈഫാണെന്ന് കേട്ടോ. അപ്പോൾ അത് കേട്ട് ഇവൾമാരൊക്കെ ഒന്ന് ഷോക്കാവും കേട്ടോ, എന്ത് ആക്ച്വലി നിങ്ങളുടെ വൈഫാണെന്നോ. അപ്പോൾ അതേന്ന് പറയണത്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടല്ലോ ഇവളുടെ അടുത്തേക്ക് വരേണ്ട ആ സമയത്ത് ഈ പെണ്ണ് പറയുന്നത് സോറി ഞാൻ ആക്ച്വലി എന്താ പറയാൻ വന്നതെന്ന് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നിങ്ങൾ എന്താ പറയാൻ വന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എൻ്റെ വൈഫിനെ എതിരെ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ വൈഫിൻ്റെ കരിയറിനെ എന്തെങ്കിലും ബാധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറുന്നു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു വാണിജ്യം ചെയ്യുന്നുണ്ട് ഇനിമേൽ ഇത് റിപ്പീറ്റ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് ഈ പെണ്ണൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. ഈ പെണ്ണ് ആകെ ചുളിഞ്ഞു പോകുന്നുണ്ട്, കാരണം എല്ലാവരും മുന്നിൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഹീറോ ഇവളങ്ങ് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഡാൻസ് കളിക്കുകയാണ് പ്രാക്ടീസ് സമയത്ത് ഇവനിത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇവൻ കണ്ടത് ചോദിച്ചിട്ട് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് അല്ല നീ എന്തപ്പോൾ എവിടെയും ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ എൻ്റെ വൈഫിന് ഫുഡ് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് അല്ല ഇപ്പം എന്താ ഫുഡൊക്കെ കൊണ്ടുവന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് ഹീറോ ആണെങ്കിൽ ആ പോസ്റ്റ് കാണിച്ചു കൊടുക്കേണ്ടത്, അതായത് ഇപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരിക്കും ഷൂട്ട് ചെയ്ത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞതെന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് പിന്നെ എൻ്റെ വൈഫിനാണെങ്കിലും വിളിച്ചത് ഞാനത് കണ്ടുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട് ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളും നൈസാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് ഇവനും ചിരിക്കണമൊക്കെ ഉണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഒരു പാർട്ടിയാണ് കേട്ടോ, ഇവരുടെ ഫാമിലിയിൽ എന്തോ ഒരു പാർട്ടിക്കാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ബ്രദറും അവൻ്റെ വൈഫൊക്കെ വരുന്നുണ്ട് കേട്ടോ. വൈഫ് നല്ല അടിപൊളിയായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് എല്ലാവരും പറയുന്നത് ഓ വൈഫ് നല്ല ക്ലാമർ ആണല്ലോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പൊക്കുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിന് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് പറയാണ് ഹീറോയിൻ അവൾ കുറച്ച് ബിസിക്കാന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവളെ കുറിച്ച് ബാഡായിട്ടൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ് പറയാണ് മോള് സൂപ്പറാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോയിനും ഹീറോ അവിടേക്ക് എൻ്റർ ആവുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അതിനേക്കാൾ സൂപ്പറായിട്ടാണ് ഒരുങ്ങി വരുന്നത് കേട്ടോ. ഇവർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളി കപ്പിളായിട്ട് വരുന്നത്. ഇത് കണ്ട് നമ്മുടെ ബ്രദറൊന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ വരുന്നത്. അത് കണ്ട് ഈ പെണ്ണിനും കുറച്ച് ജലസൊക്കെ ഫീൽ ആവുന്നുണ്ട്. എനിക്ക് പറയാണ് ഇവനൊരിക്കലും വിടില്ല എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഒരു ക്രീം അലർജിയാണ്, അത് ആ ക്രീം കേക്കിൽ പരട്ടേക്ക് കേൾക്കുകയാണെങ്കിൽ അവൾക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് കണ്ടു എന്ന് തോന്നുന്നുണ്ട്, ആ കേക്ക് എടുത്ത് അങ്ങനെ അവളെ മുഖത്തേക്ക് എടുത്ത് വെച്ച് പൊത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട നമ്മുടെ ഈ ബ്രദറാണെങ്കിൽ ഭയങ്കര ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ഈ പെണ്ണാണെങ്കിൽ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യാണ് കേട്ടോ. അയ്യോ എൻ്റെ കണ്ണ് നീറുന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ട ആൾക്കാർ വിചാരിക്കണം നമ്മുടെ ഹീറോയിൻ തെറ്റിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് പറയാണ് കണ്ട ഞാൻ ഇവൾക്ക് കേക്ക് കൊടുത്തിട്ട് ആ കേക്ക് ഇവളെ എൻ്റെ മുഖത്തേക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ബ്രദർ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ നീ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം മാപ്പ് പറയുന്നത് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവൾക്ക് ഇത് അലർജിയാന്ന് എനിക്ക് അറിഞ്ഞൂടെ ക്രീം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണ് ആക്ച്വലി ഈ ക്രീം അലർജി കേട്ടോ. കാരണം ഈ ചെക്കൻ അറിയില്ല നമ്മുടെ ഹീറോയിനാണ് ഇവ സ്നേഹിച്ചെന്ന് അറിയില്ല കേട്ടോ. ഈ പെണ്ണാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഇവിടെ എന്താ ചെയ്തത് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്പോളജി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ ഈ പെണ്ണ് പറയാണ് ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഭയങ്കര ആക്ടിങ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് മതി നിൻ്റെ ആക്ടിങ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബ്രദർ പറയുന്നുണ്ട് നീ മാപ്പ് പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവിടെ മുന്നിൽ എല്ലാവരും മുന്നിൽ വെച്ചിട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് വരണം പറയണത് എൻ്റെ വൈഫ് എന്തിനാ മാപ്പ് പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇവളുടെ ഭാഗത്തൊരു തെറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പെണ്ണാണെങ്കിൽ ആ ക്രീം കൊടുത്തിട്ടുണ്ടായിരിക്കില്ല, ആ ക്രീമിൻ്റെ ട്യൂബ് കാണിച്ചിട്ട് പറയാണ് ഇവളാണ് ഈ കേക്കിൽ ക്രീം കലർത്തിയെന്ന് പറയും, ഇതെൻ്റെ വൈഫിന് അലർജിയുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വൈഫിൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് എല്ലാവരും പറയാണ് അത് ശരിയാണ് ഇവളാണ് തെറ്റിക്കറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബ്രദർ ചോദിക്കുന്നത് സത്യമാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് അപ്പോഴും സത്യം പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ എന്ന് പറയട്ടെ ഒരു ക്ലാസ്സിലെ വെള്ളം എടുത്തിട്ട് അവളെ മോത്തി കൊഴിക്കിട്ട് എനിക്ക് പറയുകയാണ് ഇപ്പം നിനക്ക് അലർജി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ക്രീം കഴിച്ച് കഴിഞ്ഞാൽ അലർജി ഉണ്ടാവില്ല, പക്ഷേ ഇവൾക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ പെണ്ണിനാണെങ്കിൽ നല്ല ദേഷ്യം വരുടെ നമ്മുടെ ഹീറോയിനും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബ്രദർ പറയുകയാണ് നീ ഇപ്പം ചെയ്തതിന് അപ്പോളജി പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഇവിടെ അപ്പോളജി പറയേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നത്, നിങ്ങളുടെ വൈഫിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ വൈഫിന് നല്ല രീതിയിൽ നിങ്ങൾ നോക്ക്, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോയിൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് വാ ഹണി നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ എന്ത് ഹണിന്നോ ഫസ്റ്റ് ടൈമാണ് അവൾ ഇങ്ങനെ കോൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇവർ ശരി ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് വാ ഡാർലിംഗ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ട് ബ്രദറിന് സഹിക്കണമെന്നില്ല. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ വന്നപാടെ ഡോർ അടക്കിയിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പുറത്താക്കിയിട്ടിട്ടാണ്. ഇവനാണെങ്കിൽ കൈ കൊട്ടണമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇവളാണെങ്കിൽ ഭയങ്കര ഫീലായിട്ട് ഡ്രിങ്ക്സൊക്കെ കഴിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ബ്രദറാണെങ്കിൽ ഇപ്പോൾ ആ പെണ്ണിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇവളെ ആ ഡോൾസൊക്കെ കാണിട്ടോ നമ്മുടെ ഹീറോ അങ്ങനെ കൊണ്ടുവച്ചത്. അപ്പോൾ ഇവൾക്ക് ആ ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരണം. അതായത് ഇവൻ ആ കൊണ്ടുവച്ച സമയത്ത് ഇവളത് കണ്ടിട്ടുണ്ടായിരിക്കും. പറയുകയാണെങ്കിൽ എനിക്ക് എത്രത്തോളം അവളോട് സ്നേഹം ഉണ്ടോ എന്നൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത് കേട്ടോ. ആ മുളിച്ചൊടിയും അവൾ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവളാണെങ്കിൽ വന്ന് ഡോർ ഓപ്പൺ ചെയ്യേണ്ട. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് നീ ഓക്കെ അല്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് ഞാൻ ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ പറയുന്നത് നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു കിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കിസ് കിട്ടിയ പക്ഷേ നമ്മുടെ ഹീറോ ചോദിക്കണ്ടല്ലോ നീ ഇപ്പം എന്താ ചെയ്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവൾ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരാനായിട്ട് ഇൻറ്റിമേറ്റ് ആവണം കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബ്രദറിനാണ് കാണിക്കുന്നത്. ഇവനാണെങ്കിൽ ഡ്രിങ്ക്സൊക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ, ഭയങ്കര ഷോക്കായിട്ട്. നമ്മുടെ ഹീറോ പറയുകയാണ് ഇത് സ്വപ്നമാണ് റിയലാണോ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ഹഗ് ചെയ്ത് കിടക്കാൻ കേട്ടോ. പിന്നീട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. മോർണിംഗ് ടൈമിലാകുമ്പോൾ നമ്മുടെ ഹീറോയെ എണിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ഇവൾക്ക് ഇന്നലെ നൈറ്റ് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് കുറച്ച് ഷെയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് ഹീറോയും പറഞ്ഞു ഇന്നലെ നൈറ്റ് നടന്നത് ഒരു ആക്സിഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ഹീറോ പറഞ്ഞിട്ട് അതൊന്നും ആക്സിഡൻ്റ് അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ പറഞ്ഞത് നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറയണ്ട. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഹാപ്പി ആവേണ്ടി. പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവരുടെ ഫാമിലി ഡിന്നറാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയും വരുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി വന്നിട്ട് പറയുകയാണ് എനിക്ക് എത്ര വേഗം ഒരു പേരക്കുട്ടിനെ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഹീറോയും പറഞ്ഞു എനിക്ക് കയറാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് പറയുകയാണ് ഞങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് കുട്ടി ഉണ്ടാവും ഗ്രാൻഡ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ പറയുകയാണ് സോറി ഗ്രാൻഡ്മ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ വൈഫ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞാൽ എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് ഹീറോയിൻ ഷോക്കാണ്. ഹീറോയിൻ ചോദിക്കണം നീ എന്താ പറഞ്ഞു ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ബ്രദർ ഇവിടെ എന്തൊക്കെ നടക്കണമെന്നാണ് ചിന്തിക്കണത് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുകയാണെങ്കിൽ മോളാണ് എൻ്റെ ശരിക്കും നല്ല മരുമോൾ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ. ഇവൾക്കാണെങ്കിൽ നല്ല കോസ്റ്റ്ലി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊടുക്കണം കാണുന്ന സമയത്ത് ഈ പെണ്ണിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഗിഫ്റ്റ് ആക്ച്വലി ഇവൾക്കാണ് കിട്ടണ്ടായിരുന്നത്. കാരണം ഈ നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ ഒരു കഴിവില്ല എന്ന് പറഞ്ഞിട്ടും ഇവളാണെങ്കിൽ ഇവൻ്റെ കൂടെ നിൽക്കണ്ടല്ലോ. അതായത് ഇവനൊരിക്കലും കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് ഗിഫ്റ്റ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഈ ബ്രദറാണെങ്കിൽ അവിടെ നിന്ന് പോകണ്ട അതിൻ്റെ പിന്നെ കൂടെ ആ പെണ്ണും പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോ പറയുന്നത് എൻ്റെ വൈഫിനെ വിളിച്ച് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ ഡാൻസ് കഴിഞ്ഞ് വരുന്ന സമയത്തുണ്ടല്ലോ അവൾ ഒറ്റയ്ക്കായിരിക്കും വരണ്ടായിരിക്കും. അപ്പോൾ ഒരു സ്ട്രേഞ്ചർ ഇവളെ ഫോളോ ചെയ്ത് വരണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇയാളാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ അറ്റാക്ക് വരായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഹീറോയിനെ അടിക്കാൻ പോകുന്നുണ്ട്. ആ സീൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. ഹീറോ ആണെങ്കിൽ അവിടെ എന്തോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. ആ സമയത്ത് ബ്രദറുണ്ട്. ആ സമയത്ത് ഹീറോയ്ക്ക് കോൾ വന്നിട്ട് പറയാണ് നമ്മുടെ ഹീറോയിന് എന്തോ ആപത്തായി എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കേണ്ട താമസം മീറ്റിംഗ് ഒക്കെ ക്യാൻസലാക്കി അവൻ അവിടെ നിന്ന് ഓടുന്നുണ്ട്. പിന്നാലെ ബ്രദറും ഓടുന്നുണ്ട്. അങ്ങനെ മീറ്റിംഗിൽ ആൾക്കാർ പറഞ്ഞാൽ എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ഓൺ ദ സ്പോട്ടിൽ അവിടേക്ക് എത്തണം. എൻ്റെ ഹീറോയിനെ ചോദിക്കുന്നുണ്ട് ഹണി നീ ഓക്കെ എല്ലാം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഹീറോയിൻ പറയേണ്ട അത് ഞാൻ ഓക്കെ എന്ന് പറയുന്നത്. അപ്പോഴും ബോഡി ഗാർഡ്സ് പറയേണ്ട ആക്ച്വലി നടന്ന കാര്യം പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനെ അടിക്കാൻ വരുന്ന സമയത്ത് തന്നെ അവൾ മാറിയിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് കറക്റ്റ് ബോഡി ഗാർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഇയാൾ ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ അപ്പോൾ ചോദിക്കേണ്ട ആര്യത്തിൻ്റെ പിന്നിലും ചോദിക്കുമ്പോൾ നമ്മുടെ ബ്രദറിൻ്റെ വൈഫിൻ്റെ പേരെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ബ്രദർ സംസാരിക്കാൻ വന്ന സമയത്ത് ഹീറോ പറയുന്നത് നീ നിൻ്റെ വൈഫിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്നത്. എൻ്റെ വൈഫിൻ്റെ കാര്യം ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഈ ബ്രദറിൻ്റെ വൈഫിൻ്റെ എന്തോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ബ്രദറിന് കിട്ടുന്നുണ്ട്. അത് കണ്ടുപോയി ഷോക്കാവുന്നുണ്ട്. ഇവൻ നേരാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞിട്ട് ആ റൗഡിനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഇവനെ ഫോളോ ചെയ്തിട്ട് അവൻ്റെ വൈഫ് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് വൈഫിനെ കാണുന്ന സമയത്ത് ഈ ചെക്കനാണെങ്കിൽ ഹായ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈഫിൻ്റെ കാമുകനാണ് കേട്ടോ. ആക്ച്വലി വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കും. ഈ കുട്ടിയുടെ അച്ഛൻ ഇയാളായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ റിവീൽ ആവാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ബ്രദറിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കണം നീ എന്നെ മറന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ സ്ട്രേഞ്ചർ. അപ്പോൾ ബ്രദറിന് മനസ്സിലാവേണ്ടി ഇവർ തമ്മിൽ എന്തോ റിലേഷനൊക്കെ ഉണ്ട്. ആൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോയിൻ്റെ കാലൊക്കെ അവൻ നോക്കി കൊടുക്കുക ഇവൻ കരയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കരയണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അല്ല ഒരു നിമിഷം വൈകാൻ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും പറയുന്നത് എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനെ കൂളാക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ബ്രദർ ഈ പെണ്ണ് സംസാരിക്കാനുണ്ട്. ഈ സമയത്താണെങ്കിൽ ബ്രദറിന് ഈ ഇവളെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരിക്കും. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ ചെക്കനായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ചോദിക്കണം. സത്യം പറയുന്നത് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ തന്നെയാണ് ഞാൻ സ്നേഹിച്ച പെൺകുട്ടി എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. എനിക്കിപ്പോൾ അതിൽ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ പെണ്ണ് പറയാണ് സത്യമാണ് ഞാൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബ്രദർ പറയുന്നുണ്ട് എനിക്കെന്തോ അത്ര വിശ്വാസമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം നീയോ പറയുന്നതൊക്കെ കള്ളാന്ന് പറയുന്നുണ്ട് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രദറാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ പെണ്ണ് പറയാണ് ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ അടുത്തൊരു ഫ്ലാഷ് ബാക്ക് പറയണം. അതായത് നമ്മുടെ ഹീറോ നല്ല മാർക്ക് വാങ്ങി വന്നിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മുടെ ബ്രദർ അതിനേക്കാൾ മാർക്ക് വാങ്ങി കാരണം ബ്രദറിനായിരിക്കും ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ വരുന്ന സമയത്ത് ഹീറോ ഇങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണ്ടായിരിക്കും. അപ്പോൾ ഇവളൊരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ട് വീഴുണ്ട്. പിന്നെ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് വീടാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അവസാനം അവൾ ഇങ്ങനെ വീഴാണ്ടിരിക്കുന്ന പോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ ഹീറോയിനായിരിക്കും അവനിങ്ങനെ റോൾ മോഡലൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഹീറോയിനെ അവന് ഇഷ്ടമുണ്ട്. അങ്ങനെ അവളെ പ്രപ്പോസൽ ചെയ്യാൻ വരുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ബ്രദർ വരുന്നുണ്ട്
പോകുന്നുണ്ട് കേട്ടോ. ബ്രദർ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയേണ്ടത് ഇത് നിൻ്റെ സിസ്റ്ററല്ലോ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കണ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ആക്ച്വലി ഇവളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സിസ്റ്ററോയ്ക്ക് കാരണം ആ ഫ്ലവർ കൊടുത്തിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ഹീറോ ഫീലോട് കൂടി നോക്കിയിരിക്കുന്നുണ്ടാവും. കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയാനായിട്ട് എനിക്ക് ഫസ്റ്റോടെ നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറയേണ്ടി കേട്ടോ. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ നന്നായി എന്ന് പറയേണ്ടത്. അവൻ്റെ മെമ്മറി ലോസ് ആയി പോയി എന്നൊക്കെ പറയേണ്ടത്. നിനക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റും എന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടോ. അതായത് അവനോടുള്ള ഒരു ഇഷ്ടമൊക്കെ നിനക്ക് എന്നോടുണ്ടെന്നൊക്കെ ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിലോ മുൾച്ചെടി എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുൾച്ചെടിയാണെന്ന് പറയേണ്ടി കേട്ടോ. അതുപോലെ തന്നെയാണ് നീ എനിക്കെന്ന് പറയേണ്ടി കേട്ടോ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയേണ്ടത്. അങ്ങനെ അവളുടെ ഇഷ്ടം അവൾ തുറന്ന് പറയേണ്ട. അങ്ങനെ അവർ ഹഗ് ചെയ്യേണ്ടി കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കേണ്ടത് നമ്മുടെ ഈ ബ്രദറിൻ്റെ അടുത്തേക്കാണെങ്കിൽ ഈ പെണ്ണിവള് ഇവനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ കുറച്ച് ഡ്രിങ്ക്സിൽ എന്തോ പൊടിയൊക്കെ കലർത്തി വന്നിക്കാനുണ്ട്. ഈ ചക്കൻ ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇവന് ഹോട്ടായിട്ട് ഫീലൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഈ പെണ്ണാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ഈ ചക്കനാണെങ്കിൽ പെണ്ണിനെ പിടിച്ച് മാറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ബോഡി ഗാർഡ്സൊക്കെ വന്ന് അവളെ ലോക്ക് ചെയ്യുന്നുണ്ട്. ഇവനാണെങ്കിൽ വേഗം വെള്ളത്തിൽ വന്ന് കിടക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഫേസ് അവന് മനസ്സിലാവാണ് കേട്ടോ. അതായത് ഇവ സ്നേഹിച്ചത് ഹീറോയിനാണ്. ഇവളെ ഡാൻസ് കാര്യങ്ങൾ ഇവളെ മീറ്റ് ചെയ്തും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവന് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനെ വന്ന് പ്രപ്പോസ് ചെയ്തതും അങ്ങനെ റിങ് ഇട്ട് കൊടുത്തതും ഒക്കെ. അപ്പോൾ ഇതൊക്കെ ഓർത്തിട്ട് ഇവനാണെങ്കിൽ ഭയങ്കര സാഡായിട്ട് ഇരിക്കാനായിട്ട് പറയണേ ആക്ച്വലി നീ ആയിരുന്നു അതൊന്നും ചോദിക്കേണ്ടി. ഈ സമയത്ത് ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഇവരുടെ റൊമാൻസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ബ്രദർ വന്നിട്ട് പറയണത് വാതിൽ തുറക്കുന്നു പറഞ്ഞിട്ട് വാതിൽ വിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് എല്ലാം ഓർമ്മ വന്നൊക്കെ പറയണ്ട. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ ചോദിക്കേണ്ട അവന് മെമ്മറി തിരിച്ച് കിട്ടിയെന്ന് തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഹണി നീ ഇവിടെ ഇരിക്കുന്ന പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കേണ്ടത് എന്താ ബ്രദർ ഇവിടെയും ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ ബ്രദർ പറയാണ് അവൾ എൻ്റെ പെൺകുട്ടിയെന്ന് പറയുന്നത്. അതായത് എൻ്റെ ഭാര്യ ആകുമ്പോൾ പെൺകുട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബ്രദർ പറയുന്നുണ്ട് ഹീറോ പറയുന്നുണ്ട് നിൻ്റെ ഭാര്യ ആകുമ്പോൾ പെൺകുട്ടി ഓൾറെഡി അവൾ മാരീഡാന്ന് പറഞ്ഞ് ഞാൻ അവളെ ഹസ്ബൻഡാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് കഴുത്തിലെ പാടാണ് ചോദിക്കുന്നത് ഇതെന്താന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ നടക്കില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് പറഞ്ഞിട്ട് ഇവളോട് സംസാരിക്കുന്നു പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം പോകുന്നു പറയുന്നുണ്ട്. ഈ സമയത്ത് ഈ ചെക്കൻ അവിടെ ഫീൽ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നെക്സ്റ്റ് ഓഫീസിൽ വന്ന് ഈ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വരാൻ കേട്ടോ. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. അതായത് ഇവള് കാരണമാണ് ഇവളെ ഹസ്ബൻഡിന് പുള്ളിക്ക് ഇഷ്ടമല്ലാത്തതെന്നാണ് പറയണത് കേട്ടോ. ഹീറോ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ ഇവിടെ ഓഫീസിലേക്കല്ല കൊണ്ടുവരേണ്ടത് അത് വീട്ടിൽ തീർക്കണം എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. ഇത് എൻ്റെ ഓഫീസാണെന്ന് പറയുന്നുണ്ട്. ഇവിടുന്ന് മര്യാദയ്ക്ക് ഒച്ച ഉണ്ടാക്കാണ്ട് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്ററിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് പറയാണ് അവനെന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോകാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ ബ്രദർ. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നത് നീ ചെയ്ത് വെച്ചതിനോടത് നിനക്ക് തന്നെ കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആൾ മാറാട്ടം അങ്ങനെ ഒരിക്കലും അങ്ങനെ എപ്പോഴും എന്താവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ പിടിക്കപ്പെടുന്നു പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ബ്രദർ വന്നിട്ട് ഈ പെണ്ണിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് ഡിവോഴ്സ് ആവാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കണ സമയത്ത് ഈ പെണ്ണൊന്ന് ഷോക്കാണ്. എന്നിട്ട് നമ്മുടെ ഇവൻ പറയുന്നത് എനിക്ക് എല്ലാം ഓർമ്മ കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഞാൻ സ്നേഹിച്ചത് നമ്മുടെ ഹീറോയിനാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ ഡിവോഴ്സ് പേപ്പർ കൊടുത്തിട്ട് പറയുന്നത് പെട്ടെന്ന് സൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. കോമ്പൻസേഷൻ ആയിട്ട് ഇവൾക്ക് 10 മില്യൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ഈ പെണ്ണ് പറയണ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ബ്രദർ നല്ല ലുക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ അവരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ആ സമയത്ത് ചോദിക്കുകയാണെങ്കിൽ അല്ല ഇവനിപ്പോൾ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ മുഖത്ത് നല്ല ഹാപ്പിനെസ് ഒക്കെ വന്നല്ലോ എന്ന് പറയുന്നത്. ഈ സമയത്ത് ബ്രദർ വന്നിട്ട് പറയാണ് എനിക്ക് എല്ലാം ഓർമ്മ കിട്ടിയെന്ന് പറയുന്നത്. എൻ്റെ ട്രൂ ലവ് ആരാന്നൊക്കെ എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ കേട്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം ഇവനാണെങ്കിൽ അവിടെ നിന്ന് എണീക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇപ്പം നിനക്കത് അറിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി അവൾ മാരീഡാന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഹീറോൻ്റെ വൈഫാണല്ലോ ഹീറോയിൻ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനെ എന്നിട്ട് പറയണം അതേന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞ് പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി പാസ്റ്റ് ഈസ് പാസ്റ്റാന്ന് പറയുന്നുണ്ട്. എനിക്കിഷ്ടം ഇവനെയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയുന്നത് വാ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഈ ബ്രദർ നല്ല ദേഷ്യമല്ല. എന്നിട്ട് ഇവരുടെ പേരൻസ് ഒക്കെ പറയുന്നുണ്ട് മോനെ ഓൾറെഡി അവളുടെ മാരേജ് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവൻ പറയേണ്ടത് ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഫ്ലവറായിട്ട് അവളെ ഓഫീസിലേക്ക് വരേണ്ട. ആ സമയത്ത് ഹീറോ പറയേണ്ടത് എന്തിനാ ഇവിടെ എൻ്റെ ഭാര്യയുടെ ഓഫീസിലേക്ക് വന്ന് ചോദിക്കേണ്ടത്. ഈ സമയത്ത് ബ്രദർ പറയാണ് അവളെ ഞാനാണ് മുൻ സ്നേഹിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സമയത്ത് നമ്മുടെ ബ്രദറും ഹീറോയും തമ്മിൽ ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ ആവുന്നുണ്ട് കേട്ടോ. തമ്മിൽ അടിക്കണ്ട, ഒരാൾ അങ്ങോട്ട് അടിക്കുക ഒരാൾ ഇങ്ങോട്ട് അടിക്കണ്ട ഹീറോയിന് വേണ്ടി. ഈ സമയത്താണെങ്കിൽ മറ്റു സ്റ്റാഫ്സ് ഒക്കെ കണ്ട് പറയണത് എന്തോടെ നടക്കണേന്ന് ചോദിക്കുന്നുണ്ട്. ചേട്ടനാണെങ്കിൽ തമ്മിൽ അടിയൊന്നൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോയും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അടി കിട്ടി കിടക്കുകയാണ്. എന്നിട്ട് ഇവൻ ആക്ട് ചെയ്യണത് കണ്ട് ഇവൻ എന്നെ വെറുതെ അടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചിരുന്നത് സത്യമാണ്. പക്ഷേ നിങ്ങളുടെ മെമ്മറി ലോസ് ആയിട്ട് നിങ്ങൾ വേറെ പെണ്ണിനെ മാരേജ് ചെയ്തു. ഞാൻ നിങ്ങളുടെ ബ്രദറിനെ മാരേജ് ചെയ്തു. എനിക്കിപ്പോൾ ഇഷ്ടവനാന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഈ ബ്രദറാണെങ്കിൽ ഒരു മോതിരം കൊടുത്തിട്ട് പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇവൾ മോതിരം വാങ്ങണ്ട. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. പക്ഷേ ആ മോതിരം വാങ്ങിയിട്ട് അവൾ നിലത്തിട്ടിട്ട് പറയാണ് എനിക്കിപ്പോൾ നിങ്ങളോട് ആ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇവനാന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇവനെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കേണ്ട. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നത് വാഹാണി നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ ബ്രദർ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബ്രദറാണെങ്കിലും
നമ്മുടെ ഹീറോയിന് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ കേട്ടോ. ഇനി അത് കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വരുന്നതാണ് വിചാരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഭയങ്കര റൊമാൻസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്കാണെങ്കിൽ നമ്മുടെ ബ്രദർ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ, പ്ലീസ് എനിക്കൊരു ചാൻസ് തരാൻ വേണ്ടി. സമയത്ത് ഇവിടെ പറയുന്നത് ചാൻസ് ഒന്നും തരില്ല എന്ന് പറഞ്ഞിട്ട് ഇവനെ ഡാമേജ് ചെയ്ത് വിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇവർ രണ്ടുപേരും നല്ല ക്യൂട്ടായിട്ട് വരാണ്. ഈ സമയത്ത് സ്റ്റാഫൊക്കെ പറയാണ് നിങ്ങൾ നല്ല ക്യൂട്ട് കപ്പിളാന്ന് പറയുന്നത്, വൈഫിന് നല്ല രീതിയിൽ കെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇത് കേൾക്കുന്ന സമയത്ത് ഹീറോയിന് ഭയങ്കര ഹാപ്പി ആവാൻ കേട്ടോ. എന്നിട്ട് ഇവരുടെ മാരേജിൻ്റെ എന്തോ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ കേട്ടോ. അതായത് ലൈഫ് ലോങ് നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാൻ കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇവർക്കും ഭയങ്കര ഹാപ്പി ആവാൻ കേട്ടോ. അങ്ങനെ കുറച്ച് ക്യൂട്ടായി മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നീട് ബ്രദറിന് തീരെ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിനോട് പറഞ്ഞു നീ പൊക്കോന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രദറും അതുപോലെ ഹീറോ സംസാരിക്കുന്ന സമയത്ത് ബ്രദർ പറയുന്നത് എനിക്ക് അവളോട് കുറച്ച് നേരം സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയും ഓക്കെ എന്ന് പറയുന്നത്. അങ്ങനെ ബ്രദർ വന്നിട്ട് ഇവിടെ അടുത്ത് സംസാരിക്കാനോ ഞാൻ ചെയ്ത് തെറ്റൊക്കെയാന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് മെമ്മറി ലോസ് ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ചാൻസ് തരാനൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ഇവിടെ പറയുന്നുണ്ട് സോറി എന്ന് പറയുന്നുണ്ട്. ഇനി എൻ്റെ പറയിക്കൂടെ നടന്ന് വെറുതെ ടൈം വേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ ഈ ചെക്കനും ഫീലൊക്കെ ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ മാരേജ് ആണ് കേട്ടോ. ആക്ച്വലി മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു സെറമണി നടന്നുണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു സെറമണിയാണ് ഇവിടെ സ്റ്റാർട്ട് ആവുന്നത്. ഈ സമയത്ത് ബ്രദർ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഒന്ന് ഷോക്കാണ്, ഇവർ എന്തിനാ വന്നെന്ന് അറിയില്ലല്ലോ. എന്നിട്ട് ബ്രദറാണെങ്കിൽ കൂളായിട്ട് വന്നിട്ട് പറയാണ് ഹാപ്പി മാരേജ് ലൈഫ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് ഞാൻ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരില്ല, ഞാൻ അബ്രോഡ് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്തതിനൊക്കെ സോറി എന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നത് നീ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു നല്ല കാര്യം ചെയ്തെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവർ വെഡിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ഒരു സ്പീച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോയിനെ കുറിച്ചിട്ട്. എനിക്ക് ലൈഫിൽ കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ അസറ്റാണ് എൻ്റെ വൈഫ് എന്ന് പറഞ്ഞ് കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സീനോട് കൂട്ടാണ് നമ്മുടെ ഈ ഡ്രാമ ഉണ്ടാവണത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.